ഗോവയുടെ തലസ്ഥാനമായ പൻജിയിൽ നിന്ന് 60 കിലോമീറ്ററും മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 47 കിലോമീറ്ററുമാണ് ഈ വാട്ടർഫോളിലേക്കുള്ള ദൂരം. കേരളത്തിൽ നിന്നും ഗോവ വഴി കൊങ്കൺ റൂട്ടിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ പിടിച്ച് മഡ്ഗാവിൽ ആർക്കും പ്രയാസമില്ലാതെ എത്തിച്ചേരാനാവുന്നതേ ഉള്ളൂ. ഒരുപാട് സിനിമകളുടെ ചിത്രീകരണം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഷാരൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ് സിനിമയാണ് ഈ വാട്ടർഫാളിനെ ഇത്രയധികം പോപ്പുലറാക്കിയത്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കുത്തനെയായിട്ടുള്ള ഒരു കയറ്റമാണ് ഗൈസ് ഇത്. ഇവിടെ നിന്ന് എങ്ങനെ വഴിക്കാലുണ്ടല്ലോ, അടിയിൽ കാണുന്നത് മാണ്ഡോവി നദിയാണ്. വളരെ ഫോഴ്സിൽ ഒഴുകുന്ന നദിയിലോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ കുലം സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ദൂദ്സാഗർ വാട്ടർഫോൾ തൊട്ട് കുലം വരെ ഈ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ക്യാബിനിലായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്. ഒരു ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ക്യാബിനിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യങ്ങളായിരുന്നു. അതെല്ലാം തന്നെ ഈ ട്രെക്കിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. വളരെയധികം എൻജോയ് ചെയ്ത ഒരു ട്രെക്കിംഗ് ആയിരുന്നു ഇത്. ഹലോ സുഹൃത്തുക്കളെ, നമ്മളുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഗോവയിലാണ്. ഗോവയിൽ ഒരു വാട്ടർഫോൾ കാണാനായിട്ടോ വന്നിരിക്കുന്നത്. വളരെ വലിയൊരു വാട്ടർഫോളാണ്. ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ടർഫോളിൻ്റെ പേരാണ് ദൂദ്സാഗർ വാട്ടർഫോൾ. അപ്പോൾ ദൂദ്സാഗർ വാട്ടർഫോൾ കാണാനായിട്ട് നമ്മൾ അതിരാവിലെ ഗോവയിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ട്രെയിൻ കയറിയത് മുംബൈയിൽ നിന്നാണ്. മത്സ്യഗന്ധ എക്സ്പ്രസ്സിന് ട്രെയിൻ പിടിച്ച് നമ്മൾ എത്തിയത് മഡ്ഗാവിലാണ്. മഡ്ഗാവിൽ നിന്ന് വീണ്ടും മറ്റൊരു ട്രെയിൻ പിടിച്ചിട്ട് മഡ്ഗാവ് ടു കുലം സ്റ്റേഷൻ, ദൂദ്സാഗർ വാട്ടർഫോളിലേക്ക് പോകുമ്പോൾ ഇറങ്ങാൻ പറ്റുന്ന ഏറ്റവും സാധ്യമായിട്ടുള്ള അടുത്തായിട്ടുള്ള സ്റ്റേഷനാണ് ഈ കുലം സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുലം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 11 കിലോമീറ്ററോളം ഇങ്ങനെയുള്ള എൻ്റെ പുറകിൽ കാണാൻ സാധിക്കും ട്രാക്ക് ഉണ്ട്. ഈ ട്രാക്കിലൂടെ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പോൾ ട്രാക്കിലൂടെ നടന്ന് ഇങ്ങനെ പോകുമ്പോഴല്ലോ കാല് വേദനെടുക്കുന്നുണ്ട്. ഇനി 1 കിലോമീറ്ററോളം നടന്നിട്ടുള്ളൂ. ഇനി ഒരു 10 കിലോമീറ്റർ പിന്നിടാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് യാത്രയിൽ. സുഹൃത്തുക്കളെ, ഗോവയിലെ കുലം സ്റ്റേഷൻ മുതൽ കാസിൽ റോക്ക് സ്റ്റേഷൻ വരെയുള്ള റെയിൽപാത സ്ഥിതി ചെയ്യുന്നത് ബ്രാഗൻസ ഘാട്ട് എന്ന ഗോവയെയും കർണാടകത്തെയും വേർതിരിക്കുന്ന ചുരത്തിലാണ്. ഈ റെയിൽവേ പാതയിൽ സോനോലി റെയിൽവേ സ്റ്റേഷൻ അരികിലായിട്ടാണ് ദൂദ്സാഗർ വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അമ്മാതിരി പുള്ളിങ് ഗൈസ്. 2 എഞ്ചിൻ ഫ്രണ്ടിൽ, 2 എഞ്ചിൻ പുറകിൽ. എന്തുമാതിരി പവറാണ്. ഗോവയിലെ പ്രധാന നദികളിലൊന്നായ മാണ്ഡോവി നദിയാണ് ഈ വെള്ളച്ചാട്ടമായിട്ട് മാറിയിട്ടുള്ളത്. ചെറിയ ചെറിയ വാട്ടർഫോൾസുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിറയെ ഫോറസ്റ്റ് ആട്ടോ, വലിയ ഒരു കാടാണ്. വലിയ വലിയ മരങ്ങളും കിളികളുടെ ഒച്ചയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നു. 1017 അടിയാണ് ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിന്റെ ഉയരം. ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണിത്. റോഡ് മാർഗവും റെയിൽവേ മാർഗവും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്നാൽ ജൂൺ 1 മുതൽ സെപ്റ്റംബർ 31 വരെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നിയമാനുസൃതമായി പ്രവേശനം നിരോധിക്കാറാണ് പതിവ്. എന്നാൽ മൺസൂൺ കാലത്തെ വെള്ളച്ചാട്ടത്തിന്റെ അത്രയും ഭംഗി മറ്റു സമയങ്ങളിൽ കുറയാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ മൺസൂൺ സമയത്ത് ഈ വെള്ളച്ചാട്ടം കാണാനായി ഒരുപാട് പേർ എത്താറുമുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗോവ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിരിക്കുന്ന ബോർഡാണ്. ഫോറസ്റ്റിലൂടെ ഒരു ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ബാൻ ചെയ്തിരിക്കുക. അതിനായി ഇല്ലീഗലായി റെയിൽവേ ട്രാക്കിലൂടെ ഏകദേശം 12 കിലോമീറ്ററോളം വരെ വളരെയധികം അപകടം നിറഞ്ഞ ട്രക്കിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ട്രക്കിംഗ് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇതിന് പിന്നിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഒരു പൂർണ്ണമായ അറിവ് എനിക്കും ലഭിച്ചത്. ഡോണ്ട് ഡു ദിസ്, അത്രയേ പറയാനുള്ളൂ. ബ്രാഗൻസ ഘാട്ട് ഉൾപ്പെടുന്ന ഈ ദൂദ്സാഗർ വാട്ടർഫോൾ പ്രദേശം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ടണലിവിടെ എത്തി. ഭയങ്കര ഇരുട്ടാനുള്ളിൽ, ടോർച്ച് വേണ്ടി വരും, അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കില്ല. ടണൽ നമ്പർ 16, 3 ടണൽ കൂടിയുണ്ട് ഇതുപോലെയുള്ള. കുലം സ്റ്റേഷനിൽ നിന്ന് ദൂദ്സാഗറിലേക്ക് ട്രക്ക് ചെയ്യുമ്പോൾ 3 ടണലുകൾ ക്രോസ് ചെയ്യേണ്ടതായി വരും. കൂരാക്കൂരി ഇരുട്ടാണ് ഈ ടണലുകളിൽ നമ്മെ കാത്തിരിക്കുന്നത്. ഇടവിട്ടിടവിട്ട് കടന്നുപോകുന്ന കൽക്കരി ഗുഡ്സ് ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളുമെല്ലാം നമുക്കരികിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതുപോലെ ഈ 25 കിലോമീറ്റർ റേഡിയസിൽ യാതൊരു വിധത്തിലുള്ള ഫുഡ്, വെള്ളം എന്നിവ ലഭിക്കുന്ന കടകളില്ല. അതുകൊണ്ട് ഭക്ഷണം, വെള്ളം എന്നിവ കൂടെ കരുതേണ്ടതാണ്. ടണലാട്ടോ, ഭയങ്കര ഇരുട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മളിങ്ങനെ ഇതൊക്കെ പിടിച്ചിങ്ങനെ പോവാം.
പുറകിൽ നമ്മളുടെ ആന്ധ്രാക്കാർ കടികളുമുണ്ട്. നമ്മളങ്ങനെ അപ്പുറത്തെ അറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ദൂദ്സാഗർ സന്ദർശിക്കാൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ്. കാരണം വർക്കിംഗ് ഡേ ആണ്, തിരക്കുണ്ടാവില്ല. മഡ്ഗാവിൽ നിന്നും ബാക്കി ദിവസങ്ങളിൽ സാധാരണ രാവിലെ 8 മണിക്കാണ് കുലേമിലേക്ക് ആദ്യത്തെ ട്രെയിൻ ഉള്ളത്. എന്നാൽ വെള്ളിയാഴ്ച 5:05 നേരത്തെ ട്രെയിൻ ലഭിക്കും. അതിനാൽ തന്നെ നേരത്തെ ട്രക്കിംഗ് തുടങ്ങാനും തിരിച്ച് 12:30 കുലേമിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ കുലേമിൽ നിന്നും 12:45 മഡ്ഗാവിലേക്ക് പുറപ്പെടുന്ന ലാസ്റ്റ് ട്രെയിന് വീട് പിടിക്കാനും സാധിക്കും. 12100 WDG4 UBL. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ടണലിൽ നിന്ന്. ഇനിയും ഇതുപോലെ 2-3 ടണലുകളുണ്ട്. 1904-ലാണ്, അതായത് 120 വർഷമായി ഇതുവരെ ഈ ട്രാക്കും ഈ ടണലൊക്കെ പണിതിട്ടെന്ന് നടത്താം. 120 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ പണിതൊരു ട്രാക്കാണിത്. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ് ഒക്ടോബർ 1 മുതൽ മെയ് 31 വരെ ദൂദ്സാഗറിലേക്ക് നിയമാനുസൃതമായിട്ട് പോകാൻ സാധിക്കുക. ഈ റെയിൽപാത വാസ്കോ ബെൽഗാം റൂട്ട് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ദിവസവും 4-5 പാസഞ്ചർ ട്രെയിനുകൾ ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. നമ്മളങ്ങനെ ദൂദ്സാഗർ വാട്ടർഫോളിലെത്തിയിരിക്കുകയാണ്. സഞ്ചാരികൾക്ക് യാതൊരു തടസ്സവും കൂടാതെ വാട്ടർഫോൾ കാണാനായിട്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഗവൺമെൻറ് നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നിന്ന് യാതൊരു അപകടവും കൂടാതെ ഈ വാട്ടർഫോൾ കാണുവാനായിട്ട് സാധിക്കും. ഈ ട്രാക്കിലൂടെ കടന്നുപോകുന്ന ഏതൊരു പാസഞ്ചർ ട്രെയിനിൽ കയറിയാലും ഈ വാട്ടർഫോളിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചെന്നൈ എക്സ്പ്രസിൻ്റെ ഒക്കെ ആ ഒരു ലൊക്കേഷൻ ബാഹുബലി സിനിമയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾസ് കേരളത്തിലെ. ഇതുവരെ ഞാൻ ഒരുപാട് ട്രെക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും റിസ്കിയും അഡ്വഞ്ചറസുമായിട്ടുള്ള എന്നാൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധം സംതൃപ്തി തന്ന ഒരു ട്രെക്കിംഗ് ആണ് ദൂദ്സാഗർ വാട്ടർഫോളിലേക്കുള്ള ഈ ട്രെക്കിംഗ്. ഓസം, അത്രയേ പറയാനുള്ളൂ. ഈ കാഴ്ച ഇത് ജീവിതത്തിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഹലോ ഹലോ സുഹൃത്തുക്കളെ, ഈ വഴിയിലൂടെയാണ് നമുക്ക് ഇറങ്ങേണ്ട കേട്ടോ. ഇതുപോലെയുള്ള വഴിയിലൂടെയാണ് വന്നതും. ഇനി ഇതൊരു ഭയങ്കര ഇറക്കമാണ്. നിറച്ച് തെങ്ങുന്ന പാറകളും പിന്നെ വെള്ളം ഒലിച്ച് ഇങ്ങനെ. ഏറ്റവും പ്രധാന കാര്യം, മൺസൂൺ സമയത്ത് ഇല്ലീഗൽ ട്രക്കിങ്ങിനിടയിൽ റെയിൽവേ പോലീസ് അഥവാ RPF പിടിച്ചാൽ കേസ് എടുക്കപ്പെടാം. നിശ്ചിത തുക ഫൈനായി അടയ്ക്കേണ്ടതായിട്ടും വരാം. സോ താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് സേഫ് ജേർണി. ദൂദ്സാഗർ വാട്ടർഫോൾ എന്നതിനർത്ഥം പാൽക്കടൽ എന്നാണ് കേട്ടോ. ഗോവയുടെ തലസ്ഥാനമായ പൻജിയിൽ നിന്ന് 60 കിലോമീറ്ററും മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 47 കിലോമീറ്ററുമാണ് ഈ വാട്ടർഫോളിലേക്കുള്ള ദൂരം. കേരളത്തിൽ നിന്നും ഗോവ വഴി കൊങ്കൺ റൂട്ടിൽ ഓടുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ പിടിച്ച് മഡ്ഗാവിൽ ആർക്കും പ്രയാസമില്ലാതെ എത്തിച്ചേരാനാവുന്നതേ ഉള്ളൂ. ഒരുപാട് സിനിമകളുടെ ചിത്രീകരണം ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലും ഷാരൂഖ് ഖാന്റെ ചെന്നൈ എക്സ്പ്രസ് സിനിമയാണ് ഈ വാട്ടർഫോളിനെ ഇത്രയധികം പോപ്പുലറാക്കിയത്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കുത്തനെയായിട്ടുള്ള ഒരു കയറ്റമാണ് ഗൈസ് ഇത്. ഇവിടെ നിന്ന് എങ്ങനെ വഴിക്കാലുണ്ടല്ലോ, അടിയിൽ കാണുന്നത് മാണ്ഡോവി നദിയാണ്. വളരെ ഫോഴ്സിൽ ഒഴുകുന്ന നദിയിലോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കുലേം സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. ദൂദ്സാഗർ വാട്ടർഫോൾ തൊട്ട് കുലേം വരെ ഈ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് ക്യാബിനിലായിരുന്നു നമ്മൾ ഇരുന്നിരുന്നത്.
ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ക്യാബിനിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യങ്ങളായിരുന്നു. അതെല്ലാം തന്നെ ഈ ട്രെക്കിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. വളരെയധികം എൻജോയ് ചെയ്ത ഒരു ട്രെക്കിംഗ് ആയിരുന്നു ഇത്.